നിനക്ക് എൻ്റെ കൂടെ ഒരു സ്ഥലത്ത് വരാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ വാ. പണ്ട് സ്വന്തമായി നിറയെ അടിമകളുണ്ടായിരുന്ന ഒരു ക്രൂരനായ പ്രമാണിയുടെ തറവാടായിരുന്നത്. ഒരു ദിവസം ഒരടിമയുടെ കുഞ്ഞ് ഇവിടുത്തെ പ്രമാണിയുടെ കുട്ടിയുടെ കിലുക്കാൻ പറ്റിയെടുത്ത് കളിച്ചു. അത് കണ്ട പ്രമാണി ആ കുഞ്ഞിനെ ഈ മരച്ചോട്ടി കൊണ്ട് കെട്ടിയിട്ടു. അടിമയും ഭാര്യയും എത്ര കരഞ്ഞു പറഞ്ഞിട്ടും അന്ന് ആ കുഞ്ഞിനെ വിട്ടില്ല. അവരെ അടിച്ചോട്ടിച്ചു. അന്ന് രാത്രി മുഴുവൻ ആ കുഞ്ഞ് മഞ്ഞും മഴയും കൊണ്ട് ഈ മരച്ചോട്ടി കിടന്നു. പിറ്റേന്ന് രാവിലെ അഴിച്ചുവിടാൻ വന്ന പ്രമാണി കണ്ടത് പാമ്പ് ഇടിയേറ്റ് മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെയാണ്. ഈ പറമ്പിൽ തന്നെ എവിടെയോ അയാൾ ആ കുഞ്ഞിനെ കുഴിച്ചിട്ടു. കുഞ്ഞിനെ അന്വേഷിച്ച് വന്നവരോട് അയാൾ അറിയില്ല എന്ന് പറഞ്ഞു. കുറച്ചുനാൾ കഴിഞ്ഞ് പ്രമാണിയുടെ മകനെ കാണാതായി. ചുറ്റുമുള്ളത് കാണാനോ കേൾക്കാനോ പറ്റാത്തത്ര കോരിച്ചൊരിയുന്ന മഴ. പക്ഷേ ഒരു ശബ്ദം മാത്രം അയാളുടെ ചെവിയിൽ കേട്ടുകൊണ്ടിരുന്നു. അതൊരു കിലുക്കാമ്പട്ടിയുടെ ശബ്ദമായിരുന്നു. അയാളൊരു റാന്തലെടുത്ത് ശബ്ദം കേട്ടിടത്തേക്ക് നടന്നു. മുന്നോട്ട് നടക്കും തോറും കിലുക്കാമ്പട്ടിയുടെ ശബ്ദം കൂടി കൂടി വന്നു. അയാൾ നടന്നെത്തിയത് ഒരു മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു. ആ കുഞ്ഞിനെ കെട്ടിയിട്ട് അതേ മരത്തിൻ്റെ ചുവട്ടിൽ. റാന്തൽ വെളിച്ചത്തിൽ അയാൾ കണ്ടു ചെവിയിൽ നിന്നും ചോര വാർന്നൊഴുകി മരിച്ചു കിടക്കുന്ന അയാളുടെ മകനെ. കിലുക്കാമ്പട്ടിയുടെ ശബ്ദം കൂടിക്കൂടി അയാളുടെ ചെവികൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായി. അയാളുടെ സമനില തെറ്റി. അയാൾ ഈ കുളത്തിൽ ചാടി മരിച്ചു. പിന്നെയും കിലുക്കാമ്പട്ടിയുടെ ശബ്ദം കേട്ടും പലതും കണ്ടും പേടിച്ചു. അവിടെയുള്ളവരെല്ലാവരും ആ തറവാട് ഉപേക്ഷിച്ചു പോയി. ഭയന്നിട്ടിപ്പോൾ ഇങ്ങോട്ടാരും വരാറ് പോലുമില്ല. നിനക്ക് ധൈര്യമുണ്ട്, വാ പോവാം. അയ്യോ, യാ